എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കടമ്പ നമ്മുടെ മുമ്പിലേക്കുണ്ട്. സെറ്റ് ഓഗസ്റ്റിലാണ് സെറ്റ് 2026 വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനോടുകൂടി തുടങ്ങാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ്, ഇനിയിപ്പോൾ കേട്ടറ്റുമായിട്ടോ അല്ലെങ്കിൽ സെറ്റുമായിട്ടോ നെറ്റുമായിട്ടോ ഉള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേലിസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസും ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ എനിവേ, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സെറ്റിൻ്റെയും അതുപോലെ കേട്ടറ്റിൻ്റെയും ഒരു എന്താ പറയുക, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ചില ചോദ്യങ്ങൾ അമേരിക്കൻ അതുപോലെ തന്നെ ഇന്ത്യൻ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. 10-25-ലധികം ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ പോകുന്നത് എന്നുള്ളത്. ചില ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും. ദാറ്റ് ഹാപ്പൻസ്. അങ്ങനെ തന്നെയാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. നമ്മൾക്കറിയാലോ, ബ്ലൂ പ്രിന്റ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ സിമ്പിൾ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പഠിപ്പിന്റെ അറ്റം എന്ന് വിചാരിക്കരുത്. അറിയാത്ത ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിവേ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്തായിരിക്കും ഉണ്ടായിരിക്കും, അതെല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ്. എനിവേ, സ്റ്റാർട്ട് അല്ലേ. ഫസ്റ്റ് വൺ, പാരഡൈസ് ലോസ്റ്റ് ഈസ് റിട്ടൺ ഇൻ വിച്ച് ലിറ്റററി ഫോം. നല്ലൊരു ചോദ്യമാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമാണ്. കാരണം ആരാ എഴുതിയെന്നൊന്നല്ല ചോദിച്ചിട്ടുള്ളത്, അത് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കിയത്. അത് എപ്പിക് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. എപ്പിക് ആയിട്ട് എഴുതിയ ഈ ഇതില് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് എഴുതിയ ആള് മിൽട്ടൺ ആണെന്ന് നമുക്കറിയാം. ഇനി അത് എഴുതിയിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ് എന്നും അറിയാം. 12 ബുക്കുകളിലായിട്ടാണ് ഇത് എഴുതിയത് എന്ന് പറയാം. പക്ഷേ ഇതിന്റെ തീം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഫാൾ ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ലൂസിഫർ എങ്ങനെ വരുന്നു, എങ്ങനെ മനുഷ്യനെ ചതിക്കുന്നു, ആദമും ഈവും എങ്ങനെ പുറത്താവുന്നു എന്നൊക്കെ പറയുന്ന കഥ. ഓക്കെ. ഇനി പക്ഷേ ഇതാദ്യം പബ്ലിഷ് ചെയ്തത് 10 ബുക്കുകളിലായിട്ടായിരുന്നു. പിന്നീടാണ് ഇത് 12 ബുക്കുകളിലേക്കായിട്ട് മാറ്റുന്നത്. അത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം. ആദ്യം 10 ബുക്ക്, പിന്നീട് 12 ബുക്ക്. അതിന്റെ ഫൈനൽ പബ്ലിക്കേഷനിൽ 12 ബുക്കായിട്ടാണ് പാരഡൈസ് ലോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. Next one. Which Shakespearean play features Rosalind and Orlando? ട്വൽത്ത് നൈറ്റ് ആണോ, ആസ് യു ലൈക്ക് ഇറ്റ് ആണോ, മച്ച് അഡോ അബൌട്ട് നത്തിങ് ആണോ, ദ ടെമ്പസ്റ്റ് ആണോ? അത് സെൻട്രൽ റൊമാൻറ്റിക് പെയർ ആയിട്ട് വരുന്ന ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാസ്റ്ററൽ കോമഡി എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ വിഭാഗത്തിലാണ് വരുന്നത്. ഇത് ഫോറസ്റ്റ് ഓഫ് ഏർഡൻ, ARDN, ഏർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നാടകം സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഒന്ന് ആലോചിച്ചിരിക്കുക. ഇപ്പൊ നെറ്റിന് ഈ കഴിഞ്ഞ നെറ്റ് അതിനും കൂടി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഷേക്സ്പീരിയറിന്റെ ഡ്രാമകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അല്ല ചോദിക്കുന്നത്. അതിലും ഭയങ്കര രസമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഈ 2026 ജൂണിൽ ഒരു 10-20 ദിവസം മുൻപ് നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഫസ്റ്റ് ഫോളി എന്നാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇറക്കിയത് എന്നുള്ളത്. 1623 എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ NTA വരെ ചോദിച്ചേക്കാം, സെറ്റും ചോദിച്ചേക്കാം, കേട്ടറ്റും ചോദിച്ചേക്കാം. റൈറ്റ്. അപ്പോൾ അടുത്തതിലേക്ക്, ദ റൊമാൻറ്റിക് പീരിയഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസ് ജനറലി ഡേറ്റഡ് ഫ്രം. ഏതാ? 1798 തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. 1832 അത് അവസാനിക്കുന്നത്. എവിടെയാണ് ഇത് തുടങ്ങുന്നത്? ലിറിക്കൽ ബെല്ലാഡ്സിന്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ടാണ്. വേർഡ്സ്വർത്തും അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടി ചേർന്നിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ് നമ്മുടെ റൊമാൻറ്റിക് പീരിയഡ് തുടങ്ങുന്നത്. ഇത് അവസാനിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിത്ത് ദ റിഫോം ആക്ട് ആൻഡ് സ്കോട്ട്സ് ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന റിഫോം ആക്ട്, അതൊരു ആക്ട് മാത്രം കൊണ്ടല്ല അത് അവസാനിക്കുന്നത്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയൊക്കെ ഫോമും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1851 കൂടിയൊക്കെ 1840 ശേഷം വിക്ടോറിയ രാജ്ഞിയൊക്കെ അവിടെ വരുന്നുണ്ട് അല്ലേ. റൈറ്റ്. അടുത്തത്, എ സോണറ്റ് ട്രഡീഷണലി കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ലൈൻസ്? 14 വരിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് 2 തരത്തിലുള്ള സോണറ്റുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പെട്രാർക്കൻ സോണറ്റും ഒന്ന് ഷേക്സ്പീരിയൻ സോണറ്റും. ഷേക്സ്പീരിയൻ സോണറ്റാണ് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. കാരണം ഷേക്സ്പിയർ എഴുതിയ 154ഓളം സോണറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്താണ് പെട്രാർക്കൻ സോണറ്റും നമ്മുടെ ഷേക്സ്പീരിയൻ സോണറ്റും തമ്മിലുള്ള വ്യത്യാസം? ഷേക്സ്പീരിയൻ സോണറ്റ് 4 വരി 4 വരി 4 വരി 2 വരി എന്നുള്ള രീതിയിൽ
3, 4, 12, 2, 14 വരിയിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ആദ്യം ഒരു സ്റ്റാൻസ 4 വരിയുടെ, പിന്നെ ഒരു 4, പിന്നെ ഒരു 4, പിന്നെ ഒരു 2, 14 വരിയായി. പെട്രാർക്കൻ സോണറ്റ് ഇങ്ങനെയല്ല എഴുതുന്നത്. ഇറ്റലിയിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ള ഈ പെട്രാർക്കൻ സോണറ്റുകൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുന്ന യാട്ടും സറയും കൂടിയാണ്. WYATT, യാട്ട് ആൻഡ് സറ. അപ്പൊ പെട്രാർക്കൻ സോണറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പെട്രാർക്കൻ സോണറ്റ് 14 വരിയിലാണ് എഴുതുന്നത് എങ്കിലും 8+6 എന്നുള്ള രീതിയിലായിരിക്കും അത് എഴുതുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇതിൽ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അയാംബിക് പെന്റമീറ്റർ തന്നെ ആവുകയും ചെയ്യും. റോഡ് ദ നോവൽ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, ഇങ്ങനത്തെ ചോദ്യങ്ങളും വരാറുണ്ട്. ജെയിൻ ഓസ്റ്റൻ ആണ് 1813 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലായിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എഴുതുന്നത്. അവരുടെ ഏറ്റവും ബെസ്റ്റ് നോൺ നോവൽ ഓഫ് മാനേഴ്സിൽ വരുന്നതാണ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് പറയുന്ന ഇത്. ടു ബി ഓർ നോട്ട് ടു ബി ഈസ് എ ലൈൻ ഫ്രം വിച്ച് ഷേക്സ്പിയർ പ്ലേ. ഞാൻ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ വന്നേക്കാം, കൺഫ്യൂസ് ചെയ്യിച്ചേക്കാം. ഹാംലെറ്റിൽ നിന്നാണ് വരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ട്. സോളിലോക്കി ഏത് ആക്ടിലാണ് വരുന്നത്? ആക്ട് 3 സീൻ 1ലാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. മറന്നു പോകരുത്. പ്രധാനപ്പെട്ട ഷേക്സ്പിയറിയൻ ഡ്രാമകളിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾക്ക് മാക്ബത്തോ ഒഥല്ലോയോ വരണം നിർബന്ധമില്ല, പക്ഷെ ഇപ്പോഴും ഒഥല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. Which device gives human qualities to non-human things? Simile, alteration, personification, hyperbole. ഹൈപ്പർബലി എന്ന് പറയാറുണ്ട്, ഹൈപ്പർബോൾ എന്ന് പറയാറുണ്ട്, ഹൈപ്പർബോൾ എന്ന് പറയാറുണ്ട്. പേഴ്സോണിഫിക്കേഷൻ ആണ് നമ്മുടെ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. ആ കടൽ അവൾ മരിക്കാൻ പോകുന്നത് കണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ കടലിന് ഒരിക്കലും കരയാൻ പറ്റില്ല, അല്ലേ? ഹ്യൂമൻ ക്വാളിറ്റിയാണ് കരയുക എന്ന് പറയുന്നത്. അതെങ്ങനെ കടൽ ചെയ്യും? അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലൈവ്ലി അല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നതാണ് എന്ത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷനും അസണൻസും മാറിപ്പോരുത്, അതും ചോദിച്ചു എന്ന് വന്നേക്കാം. അലിട്രേഷൻ എന്താണ്? അസണൻസ് എന്താണ്? റൈറ്റ്. ഹു ഈസ് എ ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്? കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. കാരണം ഈ കഴിഞ്ഞ നെറ്റിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണത്തെ ആ ഒരു കണക്കനുസരിച്ച് ഒരു 5 മുതൽ 8 വരെ ചോദ്യങ്ങൾ ഇന്ത്യൻ നോവലിസ്റ്റുകളിൽ നിന്നും റൈറ്റേഴ്സിൽ നിന്നും വന്നിട്ടുണ്ട്. അത് തന്നെ നമുക്ക് പറയാം കാറ്റഗറി, ലൈക്ക് എന്താ പറയുക, ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ചോദിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വർക്കുകളുടെ ബേസിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ മുൽക്ക് രാജ് ആനന്ദിനെ ഇവിടെ പറയാൻ പറ്റും. RK നാരായണൻ, രാജാ റാവു തുടങ്ങിയ പ്രധാനപ്പെട്ട റൈറ്റേഴ്സിൻ്റെ ഒപ്പം എഴുതിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഇൻ നോവലിസ്റ്റ് അല്ലെങ്കിൽ നോവൽ എന്നുള്ളതിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വർക്കാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന 1935 The metaphysical poets are chiefly characterized by direct, easy ചോദ്യം, conceits, wit and intellectual argument. പ്രധാനമായിട്ടും ഇവരുടെ വർക്കുകളിൽ വരുന്നത് ഫാർ ഫെച്ച്ഡ് ഇമേജസ് അല്ലെങ്കിൽ മെറ്റഫേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾക്കറിയുന്ന പോലെ കാമുകന്മാരെ കോമ്പസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആരൊക്കെയാണ് നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കണം. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഇതിൽ ഇന്റലക്ച്വൽ പാരഡോക്സസ് വരാറുണ്ട്. അതായത് ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ്സ് കുറച്ച് ഭൗതികപരമായിട്ടാണ്, ഇന്റലക്ച്വലി ആണ് ഇവർ ഈ പദ്യം എഴുതുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ദഹിക്കണം എന്നില്ല, പക്ഷെ നല്ല മെറ്റഫേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവരെ ഈ പേരിട്ടൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ഐറ്റം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരുന്നത് സാമുവൽ ജോൺസൺ ആണ്. ഓക്കെ. അപ്പൊ സാമുവൽ ജോൺസന്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ഡ്രൈഡനും ഒക്കെ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹു കോയിൻഡ് ദ ടേം നെഗറ്റീവ് ക്യാപ്പബിലിറ്റി? ജോൺ കീറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 1817 അദ്ദേഹം എഴുതിയ ഒരു കത്തിലാണ് കീറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ദ കാപ്പാസിറ്റി ടു റിമൈൻ ഇൻ അൺസർട്ടനിറ്റി വിതൗട്ട് ആൻ ഇറിറ്റബിൾ റീച്ചിങ് ആഫ്റ്റർ ഫാക്ട് ആൻഡ് റീസൺ. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന ഇത് പറയുന്നത്, നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ജോൺ കീറ്റ്സ് ആണ് ഇത് കൊണ്ടുവരുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആസ് എ ടെക്നിക് ഇൻ മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വിർജീനിയ വൂൾഫ് ആൻഡ് ജെയിംസ് ജോയ്സ്, ഇവരുടെ രണ്ടുപേരുടെയും വർക്കിലാണ്
സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളുടെ ഒരു അർത്ഥത്തിൽ വായി തോന്നിയതൊക്കെ എഴുതി വെക്കുക എന്ന് പറയുന്ന പോലെയാണ് എഴുതുന്നത്, എങ്കിലും അങ്ങനെയല്ല അതിന്റെ എഴുത്തിന്റെ ഒരു ഘടന വരുന്നത്. ഓക്കെ, മിസ്സിസ് ഡാലോവേ, അതുപോലെ ഡാലോവേ ആൻഡ് യൂലീസസ്, ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന വർക്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ എഴുതിയിട്ടുള്ള വർക്കുകൾ. ഡാലോവേ ആൻഡ് യുലീസസ് എന്ന് പറയുന്നത്, യുലീസസ് എന്ന് പറയുന്ന പേരിൽ ഒരു കവിതയുമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. പക്ഷെ അത് എഴുതിയത് ഇവർ രണ്ടുപേരും അല്ല. അത് ആരാണെന്ന് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഇൻ ന്യൂ ക്രിറ്റിസിസം, ദ ഇന്റൻഷണൽ ഫാലസി റെഫേഴ്സ് ടു, നല്ല ചോദ്യമാണ്. ക്രിറ്റിസിസം ആ ഒരു ലെവലിലേക്ക് പോയി. ജഡ്ജിങ് എ പോയം ബൈ ദ ഓതേഴ്സ് ഇന്റൻഡഡ് മീനിങ്, നോട്ട് ദ ടെക്സ്റ്റ്. അതായത് ഇവർ പറയുന്നത് നമുക്കറിയാം, നിങ്ങൾ എന്താണോ ടെക്സ്റ്റിൽ എഴുതിയത് വായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് പുറത്തു പോയി ഓതറിന്റെ ജീവചരിത്രമോ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമോ ഒന്നും എടുത്തുകൊണ്ട് വരരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു രീതിയിലാണ് ന്യൂ ക്രിറ്റിസിസം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് ഓതർ ആ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരു വയസ്സിൽ വെച്ച് എഴുതിയ കാര്യത്തിനെ ഈ പോയമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മാറും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത് കൊണ്ടുവരുന്നത് പിംസാറ്റ് ആൻഡ് ബേഴ്സ്ലി എന്ന് പറയുന്ന രണ്ട് റൈറ്റേഴ്സ് ആണ്. അതായത് ആവശ്യമില്ലാതെ ടെക്സ്റ്റ് വായിക്കുന്നതിൽ ഉപരിയായിട്ട് റൈറ്റേഴ്സിന്റെ ജീവചരിത്രം നോക്കി പോകുന്നതിനെതിരെയാണ് അവരിത് പറയുന്നത്. വിച്ച് തിയറിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ഓതർ? വളരെ എളുപ്പമുള്ള പക്ഷേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യം. ഈ കഴിഞ്ഞ നെറ്റിനും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാത്താണ് ഇതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മേജർ ആളെന്ന് പറയുന്നത്, റൊളാൻ ബാർത്ത്. 1967 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഒരു എസ്സേ വരുന്നുണ്ട്. റീഡർ, അല്ലെ, ജനറേറ്റഡ് ബൈ ദ റീഡർ ആൻഡ് ലാംഗ്വേജ് സിസ്റ്റം, നോട്ട് ഫിക്സ്ഡ് ബൈ അതോറിയൽ ഇന്റൻഷൻ. അതായത് ഇത് വായിക്കുന്ന ആളിൽ നിന്നും ഈ പുസ്തകവുമാണ് ഇതിന്റെ അവസാനത്തെ ഒരു വാക്കെന്ന് പറയുന്നത്. അല്ലെ, ഒരു കാര്യം എഴുതി വിട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓതറിന് അതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ബേസിക്കലി ഇത് പറഞ്ഞു വെക്കുന്നത്. റൈറ്റ്, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഡീകൺസ്ട്രക്ഷൻ ആസ് എ ക്രിട്ടിക്കൽ അപ്രോച്ച് ഈസ് പ്രൈമറിലി അസോസിയേറ്റഡ് വിത്ത് ഹൂം? ഡെറീഡയാണ്. ഡെറീഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു തിയറിയാണ് പറയുന്നത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും പൊളിച്ചു കളയുക. ഓക്കെ, എഡ്വേർഡ് സെയ്ഡ്സ് ഓറിയന്റലിസം 1978 ഇറങ്ങിയത്. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ പരീക്ഷകളിൽ. ഈസ് ഫൗണ്ടേഷണൽ ടു വാട്ട്? സെയ്ദിന്റെ ഓറിയന്റലിസം എന്ന് പറയുന്ന ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പോസ്റ്റ് കൊളോണിയൽ തിയറിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വെസ്റ്റേൺ ഫിലോസഫിയും വെസ്റ്റേൺ സ്കോളർഷിപ്പും ഓറിയന്റൽ അല്ലെങ്കിൽ ഓറിയന്റ് എന്ന് പറയുന്ന നമ്മുടെ ഏഷ്യയിലേക്കോ അല്ലെങ്കിൽ ഈസ്റ്റിന്റെ ഫിലോസഫിയിലേക്കും ലിറ്ററേച്ചറിലേക്കും കടന്നു കയറുന്നത് എന്നാണ് പറയുന്നത്. ബിൽഡിംഗ്സ് റോമൻസ് എന്ന് പറയുന്ന നോവൽ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് നോവൽസ് എന്തിനെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്? ദ പ്രോട്ടഗോണിസ്റ്റ് മോറൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് ഒന്ന് രണ്ടെണ്ണം എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, അതുപോലെ ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്നത്. കാരണം ഒരു ക്യാരക്ടർ അയാളുടെ തുടക്കകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് അയാൾ ഒരു 10, 20, 30, 40, 50 വയസ്സാവുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ അവസാനിക്കുന്നത് വരെ അവരുടെ ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത് ഇവിടെ കാണിക്കും. അതായത് ചില നോവലുകൾ 5 വയസ്സിൽ തുടങ്ങി 6 വയസ്സിൽ അവസാനിക്കുന്ന നോവലുകൾ ഉണ്ടായിരിക്കും, ഒരു ക്യാരക്ടറിന് മാത്രം. ഇവിടെ അങ്ങനെയല്ല, ആ ഗ്രോത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. 6 വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നതാണെങ്കിൽ അത് 30, 40, 50, 60 ഒരാൾക്ക് മരിക്കുന്നത് വരെ ഗ്രോത്ത് ഉണ്ടായിരിക്കുമല്ലോ. ആ രീതിയിലാണ് ഇവര് എഴുതി വെക്കുന്നത്. റൈറ്റ്, വിച്ച് ഓഫ് ദീസ് ബെസ്റ്റ് എക്സംപ്ലിഫൈസ് ഡ്രമാറ്റിക് ഐറണി? അതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് വായിച്ചാൽ ക്യാരക്ടർ സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ദ ഓഡിയൻസ് നോയിങ് സംതിങ് എ ക്യാരക്ടർ ഡസ് നോട്ട്, ടു ക്യാരക്ടേഴ്സ് ആർഗ്യൂയിങ് ഓൺ എ സ്റ്റേജ്, എ ഫ്ലാഷ് ബാക്ക് സീൻ. ഡ്രമാറ്റിക് ഐറണി എന്താണ് എന്നാണ് ചോദ്യം. എന്താ ഐറണി? അപ്പൊ ഡ്രമാറ്റിക് ഐറണി ആയിട്ട് തന്നെ വരും വേണം. എന്താ ഡ്രമാറ്റിക് ഐറണി പറയാം? ദ ഓഡിയൻസ് നോയിങ് സംതിങ് എ ക്യാരക്ടർ ഡസ് നോട്ട്. സ്റ്റേജിലുള്ള ക്യാരക്ടറിന് അറിയില്ല ഇനി എന്ത് സംഭവിക്കുന്നത്, പക്ഷേ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് മനസ്സിലാവും ഇതെന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇതാണ് ഡ്രാമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒഥല്ലോ എന്ന് പറയുന്ന ഷേക്സ്പിയറുടെ നാടകത്തിൽ ദ ഓഡിയൻസ് നോസ് ഇയാഗോ ഈസ് ഡിസീവിങ് ഒഥല്ലോ, ഹൂ ഡസ് നോട്ട്?
ഒതെല്ലോയ്ക്ക് അറിയില്ല ഇയാഗോ ഇയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാർ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അതായത് ഈ ഡ്രാമ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇയാഗോ നമ്മുടെ ഒഥല്ലോയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഹു ബിലോങ്സ് ടു ദ ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് ഇൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ജോൺ ഓസ്ബോൺ, ഒരു സംശയവുമില്ല. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള, നിങ്ങളൊക്കെ, ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന ആ, നമ്മുടെ ഓസ്ബോണിന്റെ പ്ലേ എന്ന് പറയുന്നത്. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ, ആംഗ്രി മൂവ്മെന്റ്, ആംഗ്രി മാൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തന്നെ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മൂവ്മെന്റ് ഇറ്റ്സ് നെയിം എന്ന് പറയുന്ന വോയിസിങ് പോസ്റ്റ് വാർ വർക്കിംഗ് ക്ലാസ് ഡിസൊല്യൂഷൻമെന്റ്. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പോസ്റ്റ് വേൾഡ് വാർ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും വേൾഡ് വാർ ഒക്കെ കഴിയുമ്പോഴേക്കും ആകെ നാശകോടാലിയായിട്ട് ലോകം മാറുന്നുണ്ട്. അവിടെ ഈ എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ പോലത്തെ ഒരു ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അത് ബേസിക്കലി ഒരു വർക്കിംഗ് ക്ലാസ് ആൾക്കാരുമാണ്. അവർക്ക് പണി കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, കുടുംബം നേരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഫ്രസ്ട്രേഷനിലാണ് ഇത് മുഴുവൻ മുന്നിലേക്ക് പോകുന്നത്. സെഷോസ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ വാട്ട് ലാങ് ആൻഡ് പരോൾ. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരോൾ എന്ന് പറയുന്നാലും രണ്ടും രണ്ടാണ്. ഓക്കെ, ലാങ് ഈസ് ദ അബ്സ്ട്രാക്ട് സിസ്റ്റം ഓഫ് ലാംഗ്വേജ്, പരോൾ ഈസ് ഇൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ ആക്ച്വൽ സ്പീച്ച്. ഇത് രണ്ടും തമ്മിലാണ് സെഷ്വർ പറയുന്നത്. വിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് wrote the collection ജജൂരി. ഇത് നമ്മുടെ 2026 ഈ കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ജജൂരി ആരാണ് എഴുതിയത് എന്നുള്ളത്. അപ്പോൾ അരുൺ കൊലത്കർ ആണ് അത് എഴുതിയിട്ടുള്ളത്. 1976 ഒരു 31 പോയംസ് ആയിട്ടുള്ള ഒരു ഇതാണ് അത് പറയുന്നത്. അത് പിൽഗ്രിമേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടു ദ ടെമ്പിൾ ടൗൺ ഓഫ് ജജൂരി, മഹാരാഷ്ട്രയിലുള്ള ഒരു 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 ടെമ്പിൾ ടൗണിലേക്കുള്ള യാത്രയാണ്. കാരണം ഇത് എന്തുകൊണ്ട് ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺവെൽത്ത് പോയിട്രി പ്രൈസ് കിട്ടിയ ഒരു വർക്കായിരുന്നു ജജൂരി എന്ന് പറയുന്നത്. എഴുതിയിട്ടുള്ളത് അരുൺ കൊലാത്കാറാണ്. തിയേറ്റർ, ദ തിയേറ്റർ ഓഫ് അബ്സേർഡ്. അബ്സേർഡ് തിയേറ്റർ ഈസ് ബെസ്റ്റ് എക്സംപ്ലിഫൈഡ് ബൈ വിച്ച് പ്ലേ? വെയിറ്റിംഗ് ഫോർ ഗോദത്ത്. ഒരു സംശയമില്ല, ബക്കറ്റിന്റെ പ്രധാനപ്പെട്ട പ്ലേ ആണ്. ഇതിൽ നിന്നും നെറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 ക്യാരക്ടേഴ്സ് ആരാണ്, എന്തിനെ പറ്റിയിട്ടാണ് അത് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിച്ച് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം emphasizes the reader's role in creating meaning? റീഡർ റെസ്പോൺസ് തിയറി. നമ്മൾ ഓതർ ഈസ് ഡെഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം റീഡർ റെസ്പോൺസ് തിയറിയാണ്. നിങ്ങൾ ഒരു 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 ബുക്ക് വായിച്ചതിന് ശേഷമുള്ള റീഡറിന്റെ ഇല്യൂഷൻമെന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ആരുമായിട്ടാണ് അത് ബേസ് ചെയ്ത് കിടക്കുന്നത്? സ്റ്റാൻലി ഫിഷ് ആൻഡ് വോൾഫ് ഗാങ് ഐസ. ഇവരുടെയൊക്കെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ ഇത് കാണാതെ പഠിച്ചിരിക്കണം. എന്താണ് ഇത് പറയുന്നത്? മീനിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ റീഡേഴ്സ് എൻഗേജ്മെന്റ് വിത്ത് ദ ടെക്സ്റ്റ്. എന്താണോ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത് അതാണ് സത്യം. നിങ്ങൾ റൈറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ടോണി മോറിസൺസ് ബിലവഡ് ഡീൽസ് പ്രൈമർലി വിത്ത് ദ ലെഗസി ഓഫ് വാട്ട്? ആ ബുക്ക് വളരെ നല്ല ബുക്കാണ്, അവാർഡ് നേടിയിട്ടുള്ള ബുക്കാണ്. അമേരിക്കൻ സ്ലേവറിയെ പറ്റിയിട്ടാണ് ബിലവഡ് പറയുന്നത്. അതിന്റെ it is based loosely on the real story of Margaret Garner. The novel explores trauma, memory and motherhood under slavery. പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കും. Epiphany as a sudden moment of insight is strongly associated with whom? ജെയിംസ് ജോയ്സ്. അദ്ദേഹത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വർക്കുകൾ, അതിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് എന്ത്? എപ്പിഫാനിക് മൊമെന്റുകൾ എന്ന് പറയുന്നത്. ഒരു റിവീലേഷൻ ആണ് നടക്കുന്നത്. ഒരു ഒരു പെട്ടെന്ന് ഒരു റിവീലേഷൻ ഒരാളുടെ ഉള്ളിൽ ഉണ്ടായി, ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് എപ്പിഫാനിക് മൊമെന്റ് എന്ന് പറയുന്നത്. വിച്ച് പെയർ കറക്റ്റ്ലി മാച്ചസ് എ ക്രിട്ടിക് വിത്ത് ദെയർ കൺസെപ്റ്റ്? നല്ല ചോദ്യമാണ്. ഹരോൾഡ് ബ്ലൂം ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ഉത്തരം. ടെറി ഈഗിൾട്ടൺ നെഗറ്റീവ് കാപ്പബിലിറ്റി എല്ലാം നമുക്കറിയാം. ഫ്രൈ ഓറിയന്റലിസം എല്ലാം അറിയാം, അവിടെ മിത്താണ് വരുന്നത്. അബ്രഹാംസ് ഡെത്ത് ഓഫ് ദ ഓതർ ഒരിക്കലുമല്ല. ഡെത്ത് ഓഫ് ദ ഓതർ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് അല്ലേ. അപ്പോൾ ഹെറോൾഡ് ബ്ലൂം ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസിലാണ് കൃത്യമായിട്ട് വരുന്നത്. ഇനി ബ്ലൂമിന്റെ 1973 വർക്കിലാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഹൗ പോയറ്റ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദെയർ ലിറ്റററി പ്രെഡസസേഴ്സ്.
അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരാള് വളരെയധികം ഷേക്സ്പിയറിനെ വായിച്ച് അതുപോലെ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ അയാൾ വിചാരിക്കും ഒന്നുകിൽ എനിക്ക് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ അതുപോലെ എഴുതിയാൽ നാട്ടുകാർ വായിക്കില്ല. അപ്പോൾ മുന്നുണ്ടായിരുന്ന ആൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി ഓരോന്ന് ചെയ്യുന്നതിന് അത്ര വലിയ ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ ഒരു കറണ്ട് നിങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് വേണം എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എലൈൻ ഷോൾട്ടേഴ്സ് ടേം ഗൈനോക്രിറ്റിസിസം റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് വിമൻ ആസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ ഓൺ ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നുണ്ട്. ഷോൾട്ടർ പ്രപ്പോസ്ഡ് എ ഷിഫ്റ്റ് ഫ്രം ക്രിട്ടിക്കിംഗ് മെയിൽ റെപ്രസെന്റേഷൻസ് ഓഫ് വിമൻ ടു സ്റ്റഡിങ് വിമൻസ് റൈറ്റിംഗ് ടു ഇറ്റ്സ് ഓൺ ടേംസ്. നിങ്ങൾ എന്തിനാണ് സ്ത്രീയെക്കുറിച്ച് എഴുതുന്നതാണ് സിമ്പിളായിട്ട് പുരുഷന്മാരോട് അവർ ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രേം നറേറ്റീവ്? ദ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. കാരണം മൾട്ടിപ്പിൾ പിൽഗ്രിംസ് ടെയിൽസ് ഒന്നിച്ച് ചേർത്തിട്ടാണ് അവർ പറയുന്നത്. ഇനി ടി.എസ്. എലിയറ്റ്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് റെഫേഴ്സ് ടു വാട്ട്? Objects or situations that evoke a particular emotion in the reader. Introduced in his essay on Hamlet. ഹാംലെറ്റിന് വേണ്ടി ആ ഒരു എസ്സേ വരുന്നുണ്ട് 1930-കളിൽ. അതിലാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. ഇമോഷൻ ഇൻ ആർട്ട് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻഡയറക്ട്ലി ത്രൂ കോൺക്രീറ്റ് കോറിലേറ്റീവ്സ് നോട്ട് സ്റ്റേറ്റഡ് ഡയറക്ട്ലി. അതായത് ഒരാൾക്ക് സങ്കടം വന്നു എന്നുള്ള രീതിയിൽ പറയരുത്, വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കണം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേട്ടറ്റിനും സെറ്റിനും അപ്ലൈ ചെയ്ത് താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടെ നന്നായിട്ട് കുറേയും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ അതിനിടയിൽ ഒരു സിലബസ് ഡിസ്കഷൻ സെറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ നമ്മുടെ കണ്ടന്റും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ അധികം വീഡിയോസ് കാണാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇരിക്കുന്ന അതേ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാം. മൊബൈലാണെങ്കിൽ ഡൗൺ സൈഡ് താഴെ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ വലതു ഭാഗത്തായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കുക.